ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും സ്വാഗതം. കുറച്ച് പച്ചക്കറികളൊക്കെ വിളവെടുക്കാനുണ്ട്. അത് നിങ്ങളെ കാണിച്ചുകൊണ്ട് വിളവെടുക്കാൻ വിചാരിച്ച അത് കാണുമ്പോൾ കുറേ പേർക്ക് ഭയങ്കര ആഗ്രഹം, അങ്ങനെ കാണിക്കണം എന്ന് എന്നോട് പറയും. അത് കാണുമ്പോൾ കുറേ ആൾക്ക് ഇനിയും പച്ചക്കറി നടണം എന്നുള്ളൊരാഗ്രഹം വരും. എല്ലാം കൂടി ആയിട്ട് എന്നാൽ വരി നമുക്ക് പച്ചക്കറി വിളവെടുക്കാനും. തക്കാളി പഴുത്തു, ഇനി ഇവിടെ വെച്ചൂടാ. നല്ല പഴുത്ത തക്കാളി. ഇനിയൊന്നും കളർ കുറെ കൂടാനുണ്ട്. 3 പറിക്കുന്നുണ്ട്, ബാക്കിയുള്ളത് പറിക്കുന്നില്ല. ഇതൊന്ന് പറിച്ചാലോ? ഇത് പിന്നെ പറിക്കാനല്ലേ? ഇതാ ഇവിടൊക്കെ കണ്ടില്ലേ തക്കാളി? ഉണ്ട് ഇവിടെ കണ്ടില്ലേ? ഇതിനുള്ളിലൊക്കെ തക്കാളി സൂപ്പറാ. ഇനി ഞാന് വഴുതിനുണ്ട്, വഴുതിനും കൂടെ അങ്ങ് വിളവെടുക്കട്ടെ. എന്താ വഴുതിന, വയലറ്റ് വഴുതിന. ഇതങ്ങനെ ഒന്നും കേട് വരൂല കേട്ടോ. വയലറ്റ് പച്ച എനിക്ക് തോന്നുന്നു വേഗം കേട് വരുന്നത്. നല്ല ടേസ്റ്റാ അത്. എത്ര പറിച്ചു തിന്നറിയോ? ഈ വയലറ്റ് വഴി ഞാൻ വിത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കുറെ ഉണ്ടാക്കണത്. തക്കാളി, വഴുതിന. എന്റെ വെണ്ട കണ്ടോ? വെണ്ട ഇതൊക്കെ മൂത്തു പോയി, പറിക്കാൻ താമസിച്ചുള്ള വെണ്ട ഉണ്ടായി നോക്ക്. ഇതൊക്കെ വെണ്ടയാ. ഇനി പറിച്ചിട്ട് കാര്യമല്ല കേട്ടോ, പേര് വെക്കാൻ കഴിയില്ല, മൂത്തു പോയി. നല്ല വെണ്ട ആയിരുന്നു. തക്കാളി ഇല്ലാന്ന് തോന്നുന്നു, പഴുത്തത്. ഇതങ്ങ് പറിച്ചേട്ടെ. ഇത് കുറ്റിപ്പയറാട്ടോ, ഞാൻ നീളം പയറാന്ന് വിചാരിച്ചപ്പാ നട്ടുപിടിപ്പിച്ച. ഇവിടെ തവന്ന് ഇത് പഴുത്തു. ഇതങ്ങ് പറിക്കുക. നോക്കി എന്റെ തക്കാളി കൊല്ലാ. എന്താ ഉഷാർവടൊക്കെ കണ്ടീരെ? തക്കാളി സൂപ്പറാ. തക്കാളി ഉണ്ട്, ഇത് അങ്ങ് പറിക്കട്ടെ. ഇത് കളറ് മാറുന്നുണ്ട്. ഇനി വീട്ടിൽ പറിച്ചു കൊണ്ടുവച്ചിട്ട് നല്ലോണം പഴുത്തോട്ടെ. ഇവിടെ ഒരു വഴുതിന ചെടി ഉണ്ട്, നിറയെ പൂക്കളാ. പായണോ നോക്കുക ഞാൻ. ഇതാ ഒന്നായിട്ടുണ്ട്, അതങ്ങ് പറിക്കുക. എന്റെ സ്ലറി കൊടുത്തത് കൊണ്ടുണ്ടായ ഗുണം കണ്ടോ? എന്തുപോലെ പൂത. അവിടെ നോക്കി, ഇഷ്ടം പോലെ പൂക്കളാ. പൂക്കളെല്ലാം കഴിക്കുന്നുണ്ട്. ആ സ്ലറി ഒഴിച്ചാല് കീടങ്ങളും ചാവുക. 2 വഴുതിന, 2 വലിപ്പത്രൊക്കെ ഇതിനുണ്ടാവുള്ളൂ. പക്ഷെ അത് പാകമായില്ല, പറിക്കാനുള്ള പാകമില്ല. സൂപ്പർ. ഇത് ഫുള്ളങ്ങ് പറിക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഞാൻ പറിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം കൂടി പറിക്കാൻ 1 മണിക്കൂർ എടുക്കൂലേ? നിത്യവഴുതിന എന്ന് പറഞ്ഞാല് ഞാനും ഉണ്ടാക്കിയതിന് ശേഷമാണ് കാണുന്നതെങ്കിലും ഇതിന്റെ ഗുണം ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ഇതങ്ങനെ ഒന്നും കീടങ്ങൾ ആക്രമിക്കൂല. മറ്റുള്ളവരൊക്കെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, നോക്കി നടക്കണം. കണ്ട നിത്യവഴുതിന ഉണ്ടായത് എത്രയാ? ഇത് പറിക്കും തോറുണ്ടാവും കേട്ടോ. ഇളം മൂത്തുപോയാ പറ്റൂല, ചകിരി പോലെ മൂത്തുപോയാ പറ്റൂല. ഇതാപ്പ അതിന്റെ പാകം. നമ്മള് പറിച്ചാല് കണ്ടോ എന്തോരം സൂപ്പറായത്. എനിക്ക് എത്ര പറിച്ചാലും ഇതിന്റെ ആഗ്രഹം മാറൂല കേട്ടോ. അതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കൊറേ കഴിച്ചത്, ഇനി കഴിക്കാത്തവർക്ക് ഇന്ന് വിതരണം ചെയ്യണത്. അതപ്പ ഞാൻ വിചാരിച്ചു. ഇതിന് സൂര്യപ്രകാശം വേണം. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെന്തോ നട്ടുപിടിപ്പിച്ചാലേ നമുക്ക് കടയിലേക്കൊന്നും പോവേണ്ട. ആവശ്യം വരുമ്പോ തീ കത്തിച്ചിട്ട് ഓടിയാ മതി. അവിടെ എല്ലാം ഉണ്ട്. ഇതിപ്പോ പറിക്കാനല്ലേ സുഖായ ഭാഗത്തേക്ക് കെട്ടിയിട്ട് നല്ല അടിപൊളി. മൂത്ത് പോകൂല, കാരണം നമുക്ക് വേഗം പറിക്ക. ഇത് പറിക്കും തോറും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്.
എന്റെ പാവക്ക ചുറ്റും നീരൂറ്റി കുടിക്കുന്ന ഈച്ചകളുടെ ഇടയിൽ പൊരുതി ജയിച്ച് സൂപ്പർ പയർ. ഉണങ്ങിയതും ഉണ്ട്, പച്ചയുണ്ട്. നടാൻ പാകത്തിനുള്ളതുണ്ട്, വെക്കാനുള്ളത്. ഒരു വഴുതിന സൂപ്പർ വഴുതിന. ഇനി നമുക്ക് ചീരച്ചേമ്പ് പറിക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു പഴുത്ത തക്കാളി ഉണ്ട്, ഒന്ന് പറിക്കട്ടെ. പഴുത്ത തക്കാളി, ഇതിൽ നിറയെ തക്കാളിയാ. ഒന്ന് പഴുത്തു, നിങ്ങൾ വിളവെടുത്തതാ. വിളവെടുക്കാലോ. ചീരച്ചേമ്പ് സൂപ്പർ സംഭവങ്ങളായത്. ഇത് കഴിച്ചാൽ ഇതില് വൈറ്റമിൻ്റെ ഒരു കലവറയാ. ഇത് കഴിച്ചാൽ സൗന്ദര്യം കൂടുന്ന. വഴുതിനെ പറിച്ചു കഴിഞ്ഞു. ഇനി ചീരച്ചേമ്പ് ഇത് കുറെ അവിടെയും വടിയായിട്ട് കുറെ നട്ടുപിടിപ്പിച്ച്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചോറിന് നല്ല സൂപ്പറാണ്. തോരൻ വെക്ക, കൂട്ടാൻ വെക്ക. ഈ പ്രാവശ്യം കുറേ പറിക്കാൻ ഞാൻ താമസിച്ചു ഇത് പറിക്കാൻ. വേറെ കുറേ സാധനങ്ങളുണ്ട് നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ട് ഇതിന്മേൽ എത്തൂല. പറിച്ചില്ലെങ്കിൽ വേറെ ഉണ്ടായില്ല. ഉണ്ടാവണമെങ്കിൽ ഞാനത് ഫുള്ള് പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്താ വലിപ്പം, അടിപൊളി. ഈ ചീരച്ചേമ്പ് നോക്കി എന്താ ആവശ്യം. ഇവിടെ ഉണ്ട്, ഇതൊരു കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും ഇത് കളറ് വ്യത്യാസമുണ്ട്. വിളവെടുക്കുന്ന ഒരു രസമാണ്. നട്ടുണ്ടാക്കി നമ്മളിങ്ങനെ വിളവെടുക്കുമ്പോൾ പൂമ്പൊന്നും പറിക്കണ്ട, കാരണം അല്ലാതെ തന്നെ ഉണ്ട് പറിക്കാൻ ഇഷ്ടം പോലെ. ഇത് കണ്ടോ, അതൊക്കെ ഞാൻ കരിയില അടിച്ചു വാരി കൊണ്ടുപോയി വെക്കുന്ന കൃഷി എടുക്കാൻ. ഓരോരോ പച്ചക്കറിയൊക്കെ നടണമെങ്കിൽ എൻ്റെ ഗ്രോ ബാഗ് നിറയെ കരിയില ഞാനിട്ട് ഇത്ര മതി, ബാക്കിയല്ല അവിടെ എല്ലാം കൂടെ വിളവ് എടുത്തിട്ടങ്ങ് അടുക്കളയിൽ കയറാം. ഇതൊക്കെ ഒരു കമ്പ് കൊണ്ടുപോയി അങ്ങ് നട്ടാൽ മതി, വേഗം ഉണ്ടാവും. അപ്പൊ അതിന്റെ ടൈമാൻ തോന്നുന്നുണ്ട്. തളിര അത് ഉണ്ടാക്കേണ്ടത്, ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇത്ര മതി. അങ്ങനെ മുരിങ്ങച്ചപ്പൂവായി. ബാക്കിയുള്ള ഞാൻ ചെടിക്ക് താമസിച്ചിട്ട് പഴുത്തുപോയി, എല്ലാം പഴുത്തുപോയി. നമുക്ക് പറ്റും ഉണക്കിയിട്ട് പൊടിപ്പിക്കുന്നതിലും കിട്ടാ മതി. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിലൊക്കെ ഇതെല്ലാം കുറെ പഴുത്തു പോയതാ. ഫുള്ളായിട്ട് പറിക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ള മതിയല്ലോ. ഇനി കുറച്ച് കാന്താരിയും പറിക്കാം. ഇന്നിപ്പോ എത്ര മതി മുളക്. ഞാൻ വിളവെടുത്ത് കണ്ടില്ലേ? ഇതാ മുരിങ്ങച്ചപ്പ്, ചീരച്ചേമ്പ് അല്ല, അടിപൊളിയാ, ഫ്രഷാ. ഇതൊന്നേ കിട്ടിയുള്ളൂ. കൈപ്പക്ക, ഇതാ വഴുതിന, നല്ല വയലറ്റ് കളറുള്ള നല്ല അടിപൊളി വഴുതിന. പച്ചമുളക് എല്ലാം കിട്ടിയില്ല. നിത്യവഴുതിന, തക്കാളി, നിത്യവഴുതിന കൂട്ടത്തിൽ ഈ വഴുതിന ഉണ്ട് കേട്ടോ. പിന്നെ പയറ്,
നീളം പയറ് പറിക്കാൻ താമസിച്ചപ്പോ കുറച്ച് വിത്തിനും കിട്ടി. അപ്പൊ എന്റെ വിളവെടുപ്പ് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.